നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അതായത് പേരയിലയുടെ ഗുണങ്ങളും അതിൻ്റെ ദോഷവശങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പേരയിലയ്ക്ക് വൻ ഡിമാൻഡാണ്. പേരയില വെറും വയറ്റിൽ അതിൻ്റെ കിളിർന്ന ഇല ഒരെണ്ണം കഴിച്ചാൽ ഏറെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ്. പല രാജ്യങ്ങളിലും പേരയിലയും പേരയ്ക്കയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ധാരാളം ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, ഫോസ്ഫറസ്, അയൺ, മഗ്നീഷ്യം, കാൽസ്യം, എല്ലുകൾക്ക് ആവശ്യമുള്ള കാൽസ്യം വരെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ പേരയിലയും പേരയ്ക്ക കഴിക്കുന്നതിലൂടെയും നമുക്ക് ശരീരത്തിന് കിട്ടും. ഉദരസംബന്ധമായ ഏത് അസുഖങ്ങൾക്കും പേരയിലയും പേരയ്ക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ പ്രധാനം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശക്തി കൂട്ടാൻ ഏറ്റവും നല്ലതാണ് പേരയ്ക്കയും പേരയിലയും. വിറ്റാമിൻ സി ധാരാളം ഉണ്ട് എന്നുള്ളതിലാണ് ഇതിൽ. പ്രമേഹ രോഗങ്ങളുള്ളവർക്ക് കൈകാല് തരിപ്പ് അതിന് ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് വിറ്റാമിൻ ബി എന്ന ഘടകം ഉണ്ടായതുകൊണ്ട് ഇതിൽ ഏറ്റവും നല്ലതാണ് ഇലയും പേരയ്ക്കയും ഉപയോഗിക്കുന്നതിലൂടെ. ശരീരത്തിൽ ആവശ്യമായ വണ്ണം കുറയ്ക്കാനും കൊഴുപ്പുകളെ അലിയിച്ച് കളയാനും ഏറ്റവും നല്ലതാണിത്. പേരയിലയും പേരയ്ക്കയും കഴിക്കുന്നതോട് പിന്നെ കൊളസ്ട്രോൾ ലെവല് കൺട്രോൾ ചെയ്യാനും HDL നിലനിർത്താനും LDL നിർവീര്യമാക്കാനും ഏറ്റവും നല്ലതാണ് ഈ പേരയില. ഈ അറിവുകളെല്ലാം പകർന്നത് എഴുകോൺ ഉള്ള ഒരു ഔഷധ കടയിൽ ഡോക്ടർ PK ജോണാണ്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രയും പറഞ്ഞു തന്നത്. പേരയില നേരിട്ട് കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിറ്റാമിൻ സി ധാരാളമായി കിട്ടുന്നത്. ഇത് പിന്നെ ചൂടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ വിറ്റാമിൻസ് എല്ലാം നഷ്ടപ്പെടുകയാണ്. കുളിക്കാൻ ഉപയോഗിക്കുന്ന ചൂടുവെള്ളത്തിൽ പേരയിലയിട്ട് കുളിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ അടുത്തൊക്കെ ഇഷ്ടംപോലെ സുലഭമായി കിട്ടുന്ന പേരയ്ക്കയും പേരയിലയും ഇപ്പോൾ അപൂർവങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ ഇതെല്ലാം വെട്ടി റബ്ബറായി വന്നതോടുകൂടി പേരയ്ക്കും ക്ഷാമമായി. പേരയില അമിതമായി കഴിച്ചാൽ പിന്നെ ഗുണത്തേക്കാൾ ഏറെ ദോഷകരമായി സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.